ഹായ് ഓൾ, വെൽക്കം ടു എജു വാലി. ഞാൻ ആക്ച്വലി ഇത് നേരത്തെ റെക്കോർഡ് ചെയ്തതായിരുന്നു, പക്ഷെ ഞാൻ മൈക്ക് ഓണാക്കാൻ വിട്ടുപോയി. സോ ദാറ്റ്സ് വൈ നമ്മൾ ഒന്നും കൂടെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ C++നകത്തെ ഇമ്പോർട്ടൻ്റ് ടെർമിനോളജീസ് ആണ്. അതായത് നമ്മളുടെ എക്സാം എന്ന് പറയുന്നത്, വാട്ടർ അതോറിറ്റി എക്സാം എന്ന് പറയുന്നത് പ്രോഗ്രാം ഡീകോഡ് ചെയ്യുന്ന രീതിയിലുള്ള ബിടെക് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് അല്ല. നമുക്ക് എപ്പോഴും വരുന്നത് ഏറ്റവും ബേസ് ആയിട്ട് എന്ത് ചോദിക്കാമോ അതാണ്. അതായത് ഇൻറ്റീജറിന്റെ സൈസ് എത്രയാണ്, ക്യാരക്ടർ ഡാറ്റ ടൈപ്പിന്റെ സൈസ് എത്രയാണ്, അല്ലെങ്കിൽ മെമ്പർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇംപ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ തിരിച്ച് ഡെഫിനിഷൻ തന്നിട്ട് കണ്ടന്റ് ചോദിക്കുന്നത് ആവാം. അപ്പൊ അത്തരത്തിലുള്ളതാണ് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ആ രീതിയിൽ C++നകത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് C++നകത്ത് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ടെർമിനോളജീസ് ആണ്. ഇതിനു മുമ്പ് നമ്മൾ വേർഡിന്റെയും എക്സലിന്റെയും പവർ പോയിന്റിന്റെയും ഇമ്പോർട്ടൻറ്റ് തിങ്സ് യു മസ്റ്റ് സ്റ്റഡി ബിഫോർ എക്സാം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് C++ന്റെ ഭാഗത്ത് നിന്ന് എക്സാമിന് മുമ്പായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതായിട്ടുള്ള, നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ടേമാണ് ഇന്നത്തെ ക്ലാസ്സുകളുടെ ഉദ്ദേശിക്കുന്നത്. മേ ബി ഒരു ക്ലാസ്സിന്റെ ലെങ്ത് അനുസരിച്ച് 1-2 ക്ലാസ്സസ് ആയിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നുണ്ടാവുക, ഒരേ ദിവസം തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നലത്തെയും ഇന്നത്തെയും ഇനി നാളെ വരാനിരിക്കുന്ന ക്ലാസ്സിന്റെ ഭാഗങ്ങളും കൂടെ ആകുമ്പോൾ C++ എന്ന് പറയുന്ന ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് കഴിയും കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കാണ് ഒന്നാമത്തെ, നമ്പർ ഇട്ട് പോവാം. ഒന്നാമത്തെ ടോപ്പിക്കാണ് റിക്കേർഷൻ. റിക്കേർഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം അതിനെ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ അതിനെ തന്നെ കോൾ ചെയ്യുന്നതിനെയാണ് റിക്കേർഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സുരാജ് വെഞ്ഞാറമ്മോട് പറയത്തില്ലേ, സുശീലോ എന്ന് വിളിച്ചിട്ട് എന്തോ എന്ന് പറഞ്ഞിട്ട് പുള്ളി തന്നെ പോകത്തില്ലേ, അതേ രീതിയിൽ ഒരു ഫംഗ്ഷൻ അതിനെ തന്നെ വിളിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് റിക്കേർഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കോളിംഗ് എ ഫംഗ്ഷൻ ബൈ ഇറ്റ് സെൽഫ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇതാണ് C++നകത്തെ ഒന്നാമത്തെ ടേം. ഓക്കെ, രണ്ടാമത്തേതാണ് ടൈപ്പ് കൺവേർഷൻ. ടൈപ്പ് കൺവേർഷന്റെ ഈ കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിന്റെ 2 ഭാഗങ്ങളും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തേതാണ് ടൈപ്പ് കൺവേർഷൻ. ടൈപ്പ് കൺവേർഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മിക്സ്ഡ് എക്സ്പ്രഷൻസ് എഴുതുന്ന സമയത്ത് നമുക്ക് ആക്ച്വൽ റിസൾട്ട് കിട്ടാതെ വരും. അതായത് ഇപ്പോൾ നമ്മൾ 5/2 എന്നുള്ള രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് 2.5 എന്നുള്ള ആൻസർ ആണ്. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് 2 എന്ന് പറയുന്ന ആൻസർ മാത്രമായിരിക്കും കമ്പൈലർ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു വ്യത്യാസങ്ങൾ ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇടയ്ക്ക് വെച്ചിട്ട് കമ്പൈൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് യൂസറിനോ കമ്പൈലറിനോ ഈ പറയുന്ന വേരിയബിളിൻ്റെയും കോൺസ്റ്റന്റിൻ്റെയും ഡാറ്റ ടൈപ്പുകൾ കൺവേർട്ട് ചെയ്യാം. അതിനെയാണ് നമ്മൾ ടൈപ്പ് കൺവേർഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇൻ മിക്സ്ഡ് മോഡ് എക്സ്പ്രഷൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വേരിയബിൾസ് ആർ കോൺസ്റ്റന്റ്സ് ആർ കൺവേർട്ടഡ് ഇൻ ടു എന്താണ്, വൺ ടൈപ്പ്. അതായത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒരു ടൈപ്പിലേക്ക്, ഏതെങ്കിലും ഒരു ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് ടൈപ്പ് കൺവേർഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഭാഗത്ത് വർക്ക് ചെയ്യുമ്പോൾ മാത്രം അങ്ങനെ ആക്കുന്ന രീതിയാണ് കേട്ടോ. സോ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. ടൈപ്പ് കൺവേർഷൻ നമുക്ക് 2 തരത്തിൽ ചെയ്യാനായിട്ട് പറ്റും. അതിൽ ആദ്യത്തെ രീതിയാണ് ടൈപ്പ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് പെർഫോംഡ് ബൈ കമ്പൈലർ. കമ്പൈലർ ആണ് പെർഫോം ചെയ്യുന്നത് വിത്തൗട്ട് ദ ഇന്റർവെൻഷൻ ഓഫ് എ പ്രോഗ്രാമർ. അപ്പൊ എന്ത് ചെയ്യാണ്, കമ്പൈലർ എന്ത് ചെയ്യാണ്, ഡാറ്റ ടൈപ്പ് കൺവേർട്ട് ചെയ്യാണ്. സോ ഈ കേസിൽ എന്താ നടക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാർജ് ഓപ്പറന്റ് D ആണ്. ഓക്കെ, ലാർജ് ഓപ്പറന്റ് ഏതാണോ അതിന്റെ ഡാറ്റ ടൈപ്പിലേക്ക് മറ്റ് വേരിയബിൾ ആൻഡ് കോൺസ്റ്റന്റ് ചേഞ്ച് ആവുകയാണ് ചെയ്യുക. സോ ടൈപ്പ് പ്രൊമോഷൻ ആരാണ് ചെയ്യുന്നത്, കമ്പൈലർ ആണ്, പ്രോഗ്രാമർ അല്ല. ടൈപ്പ് പ്രൊമോഷൻ ചെയ്യുന്നത് കമ്പൈലർ ആണ് ചെയ്യുന്നത്. പ്രൊമോഷൻ എന്താണ്, മിക്സ്ഡ് എക്സ്പ്രഷൻസ് വരുന്ന രീതിയിൽ വരുന്ന എക്സ്പ്രഷൻസിനകത്ത് എന്താണ്, വേരിയബിളിനെയും കോൺസ്റ്റന്റിനെയും ഏതെങ്കിലും ഒരു ഡാറ്റ ടൈപ്പിലേക്ക് കൊണ്ടുവരികയാണ്.
അപ്പോൾ അത് കമ്പൈലറാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് ടൈപ്പ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഈ കേസിൽ ലാർജ് ഓപ്പറന്റ് ഏതാണോ ആ ഡാറ്റ ടൈപ്പിലേക്ക് ബാക്കിയുള്ളത് കൺവേർട്ട് ആവുകയാണ് ചെയ്യുക. അടുത്തതാണ്, ഇതിന്റെ വേറൊരു പേരാണ് ഇംപ്ലിസിറ്റ് കൺവേർഷൻ. ഓക്കെ, ഇതിന്റെ വേറൊരു പേരാണ് ഇംപ്ലിസിറ്റ് കൺവേർഷൻ. ടൈപ്പ് പ്രൊമോഷന്റെ വേറൊരു പേരാണ് ഇംപ്ലിസിറ്റ് കൺവേർഷൻ എന്നുള്ളത് പഠിച്ചിരിക്കുക. അടുത്തതാണ് ടൈപ്പ് കാസ്റ്റിംഗ്. കമ്പൈലർ കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ടൈപ്പ് പ്രൊമോഷൻ എന്ന് പറഞ്ഞത് അല്ലേ. കമ്പൈലർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ടൈപ്പ് പ്രൊമോഷൻ എന്ന് പറഞ്ഞത്. പ്രോഗ്രാമർ ആണ് ഇത്തരത്തിലുള്ളൊരു കൺവേർഷൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, പ്രോഗ്രാമർ ടെമ്പററിലി കൺവേർട്ട് വേരിയബിൾ ഇൻ ടു അനദർ ടൈപ്പ് എന്ന് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ടൈപ്പ് കാസ്റ്റിംഗ്. ഓക്കെ, സോ ഇതിന്റെ വേറൊരു പേരാണ് ടൈപ്പ് കൺവേർഷൻ ഇസ് നോൺ ആസ് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ. സോ കമ്പൈലർ ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ടൈപ്പ് പ്രൊമോഷൻ, അതിന്റെ പേരാണ് ഇംപ്ലിസിറ്റ് കൺവേർഷൻ. ഇംപ്ലിസിറ്റ് കൺവേർഷൻ. ഇനി പ്രോഗ്രാമർ ആണ് ഇത്തരത്തിലുള്ള ടൈപ്പ് കൺവേർഷൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് ടൈപ്പ് കാസ്റ്റിംഗ് അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. അടുത്തതാണ് ലോക്കൽ വേരിയബിൾ. അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് സ്ട്രക്ചർ, അതുപോലെ തന്നെ വേരിയബിൾ, ഒബ്ജക്റ്റ്, ക്ലാസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ ഒബ്ജക്റ്റും ക്ലാസ്സും കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ഒബ്ജക്റ്റ്, എന്താണ് ക്ലാസ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. സോ അതല്ല ഞാൻ ഇന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പോയി കാണാം കേട്ടോ, ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. സോ നമുക്ക് ഈ പറയുന്ന ക്ലാസ്സിനെയും ഒബ്ജക്റ്റിനെയും വേരിയബിളിനെയും സ്ട്രക്ചർ, അതുപോലെ തന്നെ അറേ, ആ കാര്യങ്ങളെയൊക്കെ നമുക്ക് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ലോക്കലായിട്ട് വേണമെങ്കിൽ ഡിക്ലെയർ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലോബലായിട്ട് വേണമെങ്കിലും ഡിക്ലെയർ ചെയ്യാം. ലോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? പ്രാദേശികം എന്നുള്ളതാണ് ലോക്കലായിട്ടുള്ളത്. ഇനി ഗ്ലോബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. ഇനി നമ്മളുടെ പ്രോഗ്രാമിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഒരു ഫംഗ്ഷൻ അകത്താണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഈ പറയുന്ന സ്ട്രക്ചർ ആവട്ടെ, വേരിയബിൾ ആകട്ടെ, ഒബ്ജക്റ്റ്, ക്ലാസ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ ലിസ്റ്റിലുള്ള ഏതാണെങ്കിലും നമ്മൾ ഒരു ഫംഗ്ഷൻ ഇൻസൈഡ് ആയിട്ടാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തേക്കണേന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ലോക്കൽ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫംഗ്ഷന് ഔട്ട്സൈഡ് ആണ്, സ്കോപ്പ് ഓഫ് ഔട്ട്സൈഡ് എവറി ഫംഗ്ഷൻ ആണെങ്കിൽ, ഔട്ട്സൈഡ് ആണെങ്കിൽ, ഓക്കെ, ഫംഗ്ഷൻ എവറി ഫംഗ്ഷൻ ഔട്ട്സൈഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഗ്ലോബൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒരു ഫംഗ്ഷൻ അകത്ത് ഇൻസൈഡ് നമ്മൾ എഴുതിയിട്ടുള്ള ഈ ലിസ്റ്റിലുള്ള ഏത് കാര്യമാണോ അതിനെയാണ് നമ്മൾ ലോക്കൽ എന്നുള്ള രീതിയിൽ, ഒരു ഫംഗ്ഷൻ അകത്ത് എഴുതുന്നതിനെയാണ് ലോക്കൽ. ആ ലോക്കലായിട്ട് നിൽക്കുന്ന ആ ഒരു കണ്ടന്റിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ആ ഒരു ഫംഗ്ഷൻ അകത്ത് മാത്രമായിരിക്കും. എല്ലാ ഫംഗ്ഷനെയും ഔട്ട്സൈഡ് ഡിക്ലെയർ ചെയ്യുന്നതാണ് ഗ്ലോബൽ കണ്ടന്റ്. ഗ്ലോബലിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് എൻറ്റിയർ പ്രോഗ്രാം ആയിരിക്കും. ക്ലിയർ? അപ്പോൾ നമുക്കിനി പഠിക്കാനുണ്ട്. ലോക്കൽ വേരിയബിൾ ഉണ്ട്, ഗ്ലോബൽ വേരിയബിൾ ഉണ്ട്, ലോക്കൽ ഒബ്ജക്റ്റ് ഉണ്ട്, ഗ്ലോബൽ ഒബ്ജക്റ്റ് ഉണ്ട്, ലോക്കൽ സ്ട്രക്ചർ ഉണ്ട്, ഗ്ലോബൽ സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ പിന്നെയും ഡീറ്റെയിൽ ചെയ്യാതിരിക്കാനാണ് ആദ്യമേ അത് പറഞ്ഞത്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ. സോ ലോക്കൽ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? വേരിയബിൾ വിച്ച് ഇസ് ഡിക്ലെയർഡ് ഇൻസൈഡ് ദ ബോഡി ഓഫ് എ ഫംഗ്ഷൻ. കണ്ടോ, ഒരു ഫംഗ്ഷൻ അകത്ത് ഡിക്ലെയർ ചെയ്തിട്ടുള്ള വേരിയബിളിനെയാണ് ലോക്കൽ വേരിയബിൾ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതിന്റെ കൂടെ ഒരു കാര്യം കൂടെ എഴുതി വെച്ചേക്കുക. അതിന് മുമ്പായിട്ടൊരു കാര്യം പറയട്ടെ. നിങ്ങൾ നമ്മളുടെ ക്ലാസ് കാണുമ്പോൾ എപ്പോഴും ഒരു പെന്നും പേപ്പറും കയ്യിലെടുത്തിരിക്കണേ. ചുമ്മാ ക്ലാസ് കേട്ട് പോവാതെ നോട്ടും കൂടെ എഴുതി പോവാ. എക്സാമിന്റെ മുമ്പ് എഴുതി വെച്ചതൊക്കെ ഒന്നും മറച്ചു നോക്കാൻ വല്ലതും വേണ്ടേ? ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ്, പേപ്പറിനകത്ത് എഴുതി വെച്ചേക്കുക. ഇനി ഒരു ടേമും കൂടെ നമുക്ക് ഇവിടുന്ന് എക്സാമിന് വരാറുണ്ട്. ടേം അല്ല, ഒരു സിറ്റുവേഷൻ. അതായത് ലോക്കൽ വേരിയബിളും ഗ്ലോബൽ വേരിയബിളും ഒരുമിച്ചൊരു സ്ഥലത്ത് വന്നു. ഒരു ഫംഗ്ഷനകത്ത് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിലെ ഒരു ഭാഗത്ത് ലോക്കൽ വേരിയബിളും ഗ്ലോബൽ വേരിയബിളും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ആർക്കാണ് കമ്പൈലർ ഇമ്പോർട്ടന്റ് ആദ്യം കൊടുക്കുന്നത്, ആരെയാണ് ആദ്യം ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് PSCയുടെ ഒരു ചോദ്യമാണ്. ഓക്കെ, ലോക്കൽ വേരിയബിളും ഗ്ലോബൽ വേരിയബിളും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ആർക്കാണ് പ്രിസിഡൻസ് ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പൈലർ ആദ്യം പരിഗണിക്കുന്നത് ആരെയാണ്? ലോക്കലിനെ ആയിരിക്കും.
ഓക്കെ, ഒരേ പേരിലുള്ള, അതിൽ ലോക്കൽ, ഇപ്പം എൻ്റെ കയ്യിലൊരു ലോക്കൽ വേരിയബിൾ ഉണ്ട്, അതിന് ഞാൻ ക്ലാസ് എന്നാണ്, ക്ലാസ് വേണ്ട, രജിസ്റ്റർ നമ്പർ എന്നാണ് പേര് കൊടുത്തേക്കണേന്ന് വെക്കാം. അതേപോലെ തന്നെ എൻ്റെ കയ്യിലൊരു ഗ്ലോബൽ വേരിയബിൾ ഉണ്ട്, അതിൻ്റെ പേരും രജിസ്റ്റർ നമ്പർ എന്നുള്ളതാണെന്ന് വെക്കാം. അപ്പോൾ ലോക്കൽ വേരിയബിളിൻ്റെ പേരും രജിസ്റ്റർ നമ്പർ ആണ്, ഗ്ലോബൽ വേരിയബിളിൻ്റെ പേരും രജിസ്റ്റർ നമ്പർ ആണ്. അപ്പോൾ ഈ പറഞ്ഞേക്കുന്ന രണ്ടും ഒരേ പേരാണ് അല്ലേ. അപ്പോൾ ഒരേ പേരുള്ള ലോക്കൽ വേരിയബിളും ഗ്ലോബൽ വേരിയബിളും ഒരുമിച്ച് ഒരു പ്രോഗ്രാമിൻ്റെ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ കമ്പൈലർ ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻസ് എപ്പോഴും, പ്രിസിഡൻസ് എപ്പോഴും ഉണ്ടാവുക ആർക്കായിരിക്കും? ലോക്കൽ ഒബ്ജക്റ്റിനായിരിക്കും കൊടുക്കുക എന്നുള്ളത്. ലോക്കൽ ഒബ്ജക്റ്റ് വാട്ടെവർ, ലോക്കൽ ആയിട്ടുള്ള കണ്ടന്റിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ലോക്കൽ വേരിയബിൾ അറിയാലോ, ഒരു ഫംഗ്ഷൻ അകത്ത് ഡിക്ലെയർ ചെയ്യുന്നതാണ് ലോക്കൽ വേരിയബിൾ. അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് എവിടെയാണോ അത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ മാത്രമായിരിക്കും അതിൻ്റെ ആക്സസിബിൾ ലൊക്കേഷൻ ഉണ്ടായിരിക്കുക. ഇനി ഗ്ലോബൽ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ഔട്ട്സൈഡ് ഡിക്ലെയർ ചെയ്യുന്നതാണ് ഗ്ലോബൽ വേരിയബിൾ ആൻഡ് ഇറ്റ് ഈസ് ആക്സസിബിൾ ടു ഓൾ ഫംഗ്ഷൻ ത്രൂ ഔട്ട് എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിനകത്തുള്ള എല്ലാ ഫംഗ്ഷൻസിനും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ദ പ്രോഗ്രാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഗ്ലോബൽ വേരിയബിൾ ആൻഡ് ലോക്കൽ വേരിയബിൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് ഗ്ലോബൽ ക്ലാസ് ആൻഡ്, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ലോക്കൽ ക്ലാസ് ഞാൻ വിട്ടുപോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫംഗ്ഷൻ അകത്ത് ഡിക്ലെയർ ചെയ്തിട്ടുള്ള എന്താണ് ക്ലാസ്സിനെയാണ് നമ്മൾ ലോക്കൽ ക്ലാസ് എന്ന് പറയുന്നത്. സോ ക്ലാസ് ഡിഫൈൻഡ് ഇൻസൈഡ് എ ഫംഗ്ഷൻ ഇസ് നോൺ ആസ് എ ലോക്കൽ ക്ലാസ്. ലോക്കൽ ക്ലാസ് ആണ് ഞാൻ ആദ്യം പറയുന്നത് കേട്ടോ. എ ക്ലാസ് വിച്ച് ഈസ് ഡിഫൈൻഡ് inside a class. Okay, inside a class is known as local class. Okay, ഈ ലോക്കൽ ക്ലാസിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ആ ഒരു ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ അകത്തായിരിക്കും. ഗ്ലോബൽ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഡിഫൈൻഡ് ഔട്ട്സൈഡ് ഓഫ് ഓൾ സ്കോപ്പ് ആൻഡ് ഇറ്റ് ഇസ് നോൺ ആസ് എ ഗ്ലോബൽ ക്ലാസ്. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക, ഗ്ലോബൽ ക്ലാസ് അതുപോലെ തന്നെ ലോക്കൽ ക്ലാസ്. അടുത്തതാണ് നെസ്റ്റഡ് ക്ലാസ്. നമ്മൾ എക്സലിനകത്ത് ഇത് പഠിച്ചിട്ടുള്ളതാണ്. നെസ്റ്റഡ് ലൂപ്പ്, നെസ്റ്റഡ് ടേബിൾ എന്നുള്ള രീതി, നെസ്റ്റഡ് ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നെസ്റ്റഡ് എന്നുള്ളതിൻ്റെ ഒരു കോമൺ മീനിങ് ഞാൻ അന്നേ പറഞ്ഞിട്ടുള്ളതാണ്, വൺ വിത്തിൻ അനദർ. ഓക്കെ, വൺ വിത്തിൻ അനദർ. അപ്പോൾ ഒന്നിനകത്ത് വേറൊരെണ്ണം, അതാണ് നെസ്റ്റഡ് എന്നുള്ള രീതിയിലുള്ളത്. നമുക്ക് പറയുവാണെന്നുണ്ടെങ്കിൽ നെസ്റ്റഡ് ക്ലാസ് ഉണ്ട്, നമുക്ക് നെസ്റ്റഡ് ക്ലാസ് ഉണ്ട്, നെസ്റ്റഡ് സ്ട്രക്ചർ ഉണ്ട്, നെസ്റ്റഡ് ഫംഗ്ഷൻ ഉണ്ട്, നെസ്റ്റഡ് ലൂപ്പ് ഉണ്ട്, നെസ്റ്റഡ് ഇഫ് ഉണ്ട്, പിന്നെന്താ നെസ്റ്റഡ് അറേ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും നെസ്റ്റഡ് എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒന്നിനകത്ത് ഒന്ന്, ഇപ്പൊ ഇവിടെ പഠിക്കുന്നത് നെസ്റ്റഡ് ക്ലാസ് ആണ്. അപ്പോൾ ഒരു ക്ലാസ് ഉണ്ട് വിച്ച് ഇസ് ക്രിയേറ്റഡ് വിത്തിൻ അനദർ ക്ലാസ്. ഒരു ക്ലാസ്സിനകത്ത് മറ്റൊരു ക്ലാസ് ഉള്ളതിനെയാണ് നെസ്റ്റഡ് ക്ലാസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന നെസ്റ്റഡ് ക്ലാസ്, സ്ട്രക്ചർ, ഫംഗ്ഷൻ, ലൂപ്പ്, ഇഫ്, അറേ എന്നുള്ളതൊക്കെ എന്താണ്? എ ക്ലാസ് വിത്തിൻ അനദർ ക്ലാസ് ആണ് നെസ്റ്റഡ് ക്ലാസ്. എ ക്ലാസ് വിത്തിൻ അനദർ ക്ലാസ് ആണ് നെസ്റ്റഡ് ക്ലാസ്. എ സ്ട്രക്ചർ വിത്തിൻ അനദർ സ്ട്രക്ചർ ആണ് നെസ്റ്റഡ് സ്ട്രക്ചർ. എ ഫംഗ്ഷൻ വിത്തിൻ അനദർ ഫംഗ്ഷൻ ആണ് നെസ്റ്റഡ് ഫംഗ്ഷൻ. എ ലൂപ്പ് വിത്തിൻ എ ലൂപ്പ് ആണ് നെസ്റ്റഡ് ലൂപ്പ്. പിന്നെ നെസ്റ്റഡ് ഇഫ് എന്ന് പറഞ്ഞാൽ എൻ ഇഫ് വിത്തിൻ എ ഇഫ്, ഒരു ഇഫിനകത്ത് വേറൊരു ഇഫാണ് നെസ്റ്റഡ് ഇഫ്. നെസ്റ്റഡ് അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ അറേ വിത്തിൻ എൻ അറേ, ഒരു അറയ്ക്കകത്ത് വേറൊരു അറേ. ഓക്കെ, അപ്പൊ നെസ്റ്റഡിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ കൊണ്ട് പഠിച്ചു കേട്ടോ. അടുത്തതാണ് അബ്സ്ട്രാക്റ്റ് ക്ലാസ്. അബ്സ്ട്രാക്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ക്ലാസ്സുകൾ ഡിറൈവ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ക്ലാസ്സസിനെ, അല്ലെങ്കിൽ അതിനു വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സിനെയാണ് അബ്സ്ട്രാക്റ്റ് ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലാസ്സസ് യൂസ്ഡ് ഓൺലി ഫോർ ഡിറൈവിംഗ് ടു ക്ലാസ്സസ് ആൻഡ് നോട്ട് ഫോർ ക്രിയേറ്റിംഗ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. മറ്റ് ക്ലാസ്സുകൾ നോ ക്ലാസ് അല്ല, ന്യൂ എന്നാണ്. ഞാനിത് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ചിട്ടാണ് ചെയ്തത്, അതായത് പെട്ടെന്ന് നോട്ട് ഉണ്ടാക്കാനായിട്ട്. അതുകൊണ്ട് ചില വാക്കുകൾ വ്യത്യാസമുണ്ട്.
സോ അതുകൊണ്ട് നോക്കുക, ക്ലാസ്സസ് യൂസ്ഡ് ഓൺലി ഫോർ ഡിറൈവിംഗ് ന്യൂ ക്ലാസ്സസ് ആൻഡ് നോട്ട് ഫോർ ക്രിയേറ്റിംഗ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഡിറൈവ് ചെയ്യാൻ വേണ്ടി, പുതിയ ക്ലാസ്സുകൾ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സിനെയാണ് നമ്മൾ അബ്സ്ട്രാക്റ്റ് ക്ലാസ് എന്ന് പറയുന്നത്. ക്ലിയർ? അടുത്തതാണ് വിർച്വൽ ബേസ് ക്ലാസ്. അതായത് ഒരു ഡിറൈവ്ഡ് ക്ലാസ്സിന് ഒരു പ്രോപ്പർട്ടി 2 തവണ കിട്ടാതിരിക്കാൻ, ഇൻഹെറിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനെ അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ഒരു ടെക്നിക്കാണ് വിർച്വൽ ബേസ് ക്ലാസ് ആയിട്ട് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു അവോയ്ഡ് ഇൻഹെറിറ്റിംഗ് 2 കോപ്പി ഓഫ് എ മെമ്പേഴ്സ് ഓഫ് എ ക്ലാസ്. വി യൂസ് വിർച്വൽ ബേസ് ക്ലാസ് എന്നുള്ളതാണ്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. ഞാൻ എക്സാമ്പിൾ വെച്ച് പറയാം. നമ്മൾ ഏതൊരു റെഫറൻസ് ഗൈഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എക്സാമ്പിളാണ് ഉണ്ടായിരിക്കുക ഈ ഒരു കാര്യത്തിൽ. അപ്പം നോക്കുക, എൻ്റെ കയ്യിൽ 4 ക്ലാസ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ ഒരു 4 ക്ലാസ് ഉണ്ട്. അതിന് പേര് കൊടുത്തേക്കുന്നു എ, ബി, സി, ഡി എന്ന് പേര് കൊടുത്തു. ഇനി ഡി സിയിൽ നിന്ന് പ്രോപ്പർട്ടീസ് ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. ബിയുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? പ്രോപ്പർട്ടീസ് ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഈ ബി ആരുടെ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യുന്നേ? എയുടെ കയ്യിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യുന്നു. സിയും എയുടെ കയ്യിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ എയുടെ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, എയുടെ പ്രോപ്പർട്ടി ഡിയിലേക്ക് ആരൊക്കെ വഴി വരും? ഒന്നെങ്കിൽ ബി വഴി വരാം, അല്ലാന്നുണ്ടെങ്കിൽ സി വഴി വരാം. അപ്പോൾ 2 വഴി നമുക്ക് ഒരേ പ്രോപ്പർട്ടി കിട്ടും. അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒഴിവാക്കാനായിട്ട് നമ്മളുടെ ഇടയിലുള്ള ക്ലാസ്സസ് ഉണ്ടല്ലോ, അതായത് നമ്മളുടെ ഈ ബി എന്ന് പറയുന്ന ക്ലാസ്സിനെയും സി എന്ന് പറയുന്ന ക്ലാസ്സിനെയും നമ്മൾ വിർച്വൽ ബേസ് ക്ലാസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ക്ലാസ്സുകൾ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് ഒരു ക്ലാസ്സിൻ്റെ ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടീസ് 2 തവണ അതിൻ്റെ കോപ്പി ഒരു ക്ലാസ്സിലേക്ക് എത്താതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് വിർച്വൽ ബേസ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ വിർച്വൽ ബേസ് ക്ലാസ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് ബിനെയും സിനെയും ആയിരിക്കും. ഓക്കെ, അപ്പോൾ 2 തവണ ഡിയിലേക്ക് എയിൽ നിന്നുള്ള പ്രോപ്പർട്ടീസ് കിട്ടത്തില്ല. ഓക്കെ, ഇനി അടുത്തത് നോക്കുക. ദെൻ ഈ വിർച്വൽ ബേസ് ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടോയെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ദെൻ അടുത്തതാണ് കണ്ടെയ്നർഷിപ്പ്, അല്ലാന്നുണ്ടെങ്കിൽ കണ്ടെയ്ൻമെന്റ്. ഇതിന്റെ വേറൊരു പേരാണ് കണ്ടെയ്ൻമെന്റ് എന്നുള്ളത്. സോ കണ്ടെയ്നർഷിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ക്ലാസ് ഉണ്ട്, ആ ക്ലാസ് എന്ത് ചെയ്യാണ്? വേറെ ക്ലാസിന്റെ ഒബ്ജക്റ്റിനെ കണ്ടെയ്ൻ ചെയ്യാണ്. ഓക്കെ, ആസ് എ ഡാറ്റ മെമ്പർ. അപ്പം നമ്മുടെ കയ്യിൽ ഒരു ക്ലാസ് ഉണ്ട്, ആ ക്ലാസ് മറ്റൊരു ക്ലാസിന്റെ ഒബ്ജക്റ്റിനെ ഡാറ്റ മെമ്പർ ആക്കി കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് കണ്ടെയ്നർഷിപ്പ് എന്ന് പറയുക. അതിന്റെ വേറൊരു പേരാണ് കണ്ടെയ്ൻമെന്റ്. സോ എ ക്ലാസ് വിച്ച് കണ്ടെയ്ൻ ഒബ്ജക്റ്റ് ഓഫ് അതർ ക്ലാസ്. നമ്മുടെ കയ്യിലുള്ള ഒരു ക്ലാസ് ഉണ്ട്, അത് വേറൊരു ക്ലാസ്സിലെ ഒബ്ജക്റ്റിനെ ഡാറ്റ മെമ്പർ ആക്കി കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് കണ്ടെയ്നർഷിപ്പ് എന്ന് പറയുക. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ കണ്ടെയ്ൻമെന്റ്. ഇതിന്റെ വേറൊരു പേരാണ് കണ്ടെയ്ൻമെന്റ്. ഈ ടേമുകൾ ഇതുപോലെ പഠിച്ചു പോവുക, വേറെ രക്ഷയൊന്നുമില്ല കേട്ടോ. ഓക്കെ, ദെൻ അടുത്തതാണ് ലോക്കൽ ഒബ്ജക്റ്റ്. ലോക്കൽ ഒബ്ജക്റ്റ് നമ്മൾ പറഞ്ഞല്ലോ, ഇൻസൈഡ് ഒരു ഫംഗ്ഷനായിട്ട് നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് ലോക്കൽ ഒബ്ജക്റ്റ് എന്ന് പറയുക. അതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ആ ഒരു ഫംഗ്ഷനകത്ത് മാത്രമായിരിക്കും. സ്കോപ്പ് എവിടെയായിരിക്കും? ഇൻസൈഡ് ദ ഫംഗ്ഷൻ ഓൺലി എന്നുള്ളത് ഓർക്കുക. ഇൻസൈഡ് ദി ഫംഗ്ഷൻ ഓൺലി. ഓക്കെ, ഒബ്ജക്റ്റ് ക്രിയേറ്റഡ് വിത്തിൻ എനി ഫംഗ്ഷൻ എന്നാണ്, വിത്തിൻ ഉണ്ട്. So object created within any function are called local object. The scope of a local object is all inside the function only എന്നുള്ളത് പഠിച്ചു വെക്കുക. അടുത്തതാണ് ഗ്ലോബൽ ഒബ്ജക്റ്റ്. ഗ്ലോബൽ ഒബ്ജക്റ്റ് എന്താണ്? declared outside the scope of all functions are called global object. എല്ലാ ഫംഗ്ഷൻസിനും ഔട്ട്സൈഡ് ഡിക്ലെയർ ചെയ്തേക്കുന്നതാണ്. അതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് it can be used in entire program അല്ലേ? ആ ഒരു പ്രോഗ്രാമിൽ ത്രൂ ഔട്ട് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് അത്. അടുത്താണ് ഓപ്പറേറ്റർ പ്രിസിഡൻസ്. അതായത് ഒന്നിലധികം ഓപ്പറേറ്റർ വരുന്ന എക്സ്പ്രഷൻസിനകത്ത് ഏത് ഓപ്പറേറ്ററിനാണ്
ആദ്യം ഇവാലുവേറ്റഡ് അല്ലെങ്കിൽ ആദ്യം ഒരു ഹൈനസ് ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഭാഗമാണ് ഓപ്പറേറ്റർ പ്രിസീഡൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഗണിതക്രിയകൾ ചെയ്യുമ്പോൾ ഉള്ള ബോർഡ് മാസ് പോലെ തന്നെ ആദ്യം എന്താ ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ എന്നല്ലേ. അപ്പം അതേ രീതിയിൽ C++നകത്ത് ഒരു എക്സ്പ്രഷനകത്ത് ഒന്നിലധികം ഓപ്പറേറ്റേഴ്സ് വരുന്ന സമയത്ത് ഏതിനാണ് ആദ്യം പ്രിസിഡൻസ് കൊടുക്കേണ്ടത്, ഇമ്പോർട്ടൻസ് കമ്പൈലർ കൊടുക്കേണ്ടത് എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നതാണ് ഓപ്പറേറ്റർ പ്രിസിഡൻസ്. ഏറ്റവും കൂടുതൽ പ്രിസിഡൻസ് ഉള്ളത് ഏറ്റവും കൂടുതലുള്ളത് ഫംഗ്ഷൻ ബ്രാക്കറ്റിനാണ്. പിന്നെ ഉള്ളത് നമ്മളുടെ അറേ സബ്സ്ക്രിപ്റ്റിനാണ്. പറഞ്ഞത് എന്താന്ന് മനസ്സിലായോ? ഫംഗ്ഷൻ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏതാ? നമ്മളുടെ ബ്രാക്കറ്റ് അല്ലേ. ഓക്കെ, ഫംഗ്ഷൻ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്. ഇനി അറേ സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്ക്വയർ ബ്രാക്കറ്റ്. ഓക്കെ, സ്ക്വയർ ബ്രാക്കറ്റ്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ ബ്രാക്കറ്റിനും അറേ സബ്സ്ക്രിപ്റ്റിനുമാണ് പ്രിസിഡൻസ് കൂടുതലുള്ളത് എന്നുള്ളത് പഠിച്ചു വെക്കുക. അതിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ തരുന്നുണ്ട്, അത് നോക്കി വെച്ചേക്കുക. അടുത്താണ് സ്ട്രക്ചർ. സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ആണ്. ഇറ്റ് ക്യാൻ കണ്ടെയ്ൻ മെനി വാല്യൂ ഓഫ് എ ഡിഫറെന്റ് ടൈപ്പ്. ഒന്നിലധികം അല്ലെങ്കിൽ വിവിധ ഡാറ്റ ടൈപ്പിന്റെ വിവിധ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പാകത്തിനുള്ളതാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ കമ്പയറിംഗ് ലോജിക്കലി റിലേറ്റഡ് ഐറ്റംസ്. ഈ ഡാറ്റയുടെ വേണ്ട. സോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ കമ്പയറിംഗ് ലോജിക്കലി റിലേറ്റഡ് ഐറ്റംസിനെ ലോജിക്കലി കമ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. സ്ട്രക്ട് എന്ന് പറയുന്ന കീവേഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ആണ്. അത് ഇറ്റ് ഇസ് കേപ്പബിൾ ഓഫ് കണ്ടെയ്നിങ് മെനി വാല്യൂസ് ഓഫ് എ ഡിഫറെന്റ് ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡാറ്റ ടൈപ്പ് ആണ് കേട്ടോ. അപ്പോൾ ഡിഫറെന്റ് ഡാറ്റ ടൈപ്പ് ഉള്ള മെനി വാല്യൂസിനെ കണ്ടെയ്ൻ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ആണ് സ്ട്രക്ചർ. സ്ട്രക്ട് എന്ന് പറയുന്ന കീവേഡ് ആണ് ഡിഫൈൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. നെസ്റ്റഡ് സ്ട്രക്ചർ എന്തായിരുന്നു? സ്ട്രക്ചർ വിത്തിൻ എ സ്ട്രക്ചർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇഫ് എ മെമ്പർ ഓഫ് എ സ്ട്രക്ചർ ഇസ് അനദർ സ്ട്രക്ചർ. ഒരു സ്ട്രക്ചറിന്റെ മെമ്പർ ആയിട്ട് വരുന്നത് വേറൊരു സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുക. അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രക്ചർ വിത്തിൻ എ സ്ട്രക്ചർ എന്നുള്ളത് പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്തതാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. അതായത് നമ്മളുടെ സ്ട്രക്ചറിനകത്തെ മെമ്പർ വേറൊരു സ്ട്രക്ചറിനെ പോയിന്റർ ആണ്. ഓക്കെ, സോ ഇഫ് വൺ ഓഫ് ദ മെമ്പർ ഓഫ് എ സ്ട്രക്ചർ ഇസ് എ പോയിന്റർ ടു സം സ്ട്രക്ചർ. പോയിന്റർ എന്നുള്ളതാണ് കേട്ടോ ഇത്. ഓക്കെ, നമ്മളുടെ സ്ട്രക്ചറിനകത്ത് ഒരു മെമ്പർ എന്ന് പറയുന്നത് മറ്റേതോ ഒരു സ്ട്രക്ചറിന്റെ പോയിന്റർ ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് റെഫറൻഷ്യൽ സ്ട്രക്ചർ, സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഇഫ് വൺ ഓഫ് ദ മെമ്പർ ഓഫ് എ സ്ട്രക്ചർ ഇസ് എ പോയിന്റർ ടു സം സ്ട്രക്ചർ then it is called സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. മനസ്സിലായോ? പോയിന്റർ എന്താന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട്, അതുകൊണ്ട് പേടിക്കണ്ട. ഞാൻ ഈ പറയുന്നത് അതുപോലെ നിങ്ങൾ നോട്ടിലെഴുതി പഠിച്ചു പോയാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയും വരെയാണ് നമ്മൾ ഒരു ഫസ്റ്റ് ക്ലാസ് ആയിട്ട് എടുത്തേക്കുന്നത്. ഓക്കെ, ലെങ്ത് കൂടുന്നതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. നമുക്ക് ഏകദേശം ഒരു 32 ടേമാണ് ഞാൻ അടിച്ചു പെറുക്കി എടുത്തു വെച്ചിട്ടുള്ളത്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോൾ കിട്ടിയിട്ടുള്ളത് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നോക്കുക, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഫൈൻ, താങ്ക് യു, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.